ഞാനിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിച്ച സ്ഥലമാണെന്ന്. അപ്പോൾ അവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അത് ചിലപ്പോൾ ഒരു വർഷം കൂടുമ്പോഴോ ചിലപ്പോൾ 6 മാസം കൂടുമ്പോഴോ എല്ലാവർക്കും ഒരു ലീവുള്ള സമയമോ ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ലീവായതുകൊണ്ട് വന്നതാണ്. ഞങ്ങളൊരു 5-6 ആളുകളുണ്ട്. കണ്ണൂരും അതേപോലെ കോഴിക്കോടുള്ള ആളുകളാണ്. അപ്പോൾ നിലവിൽ ഇവിടെ വന്നപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ഷോർട്സ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ചിങ്ങഞ്ചിറ. ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തരാം. അതേപോലെ നമ്മൾ പഠിച്ച ക്യാമ്പസ്, അതേപോലെ 1-2 സ്ഥലങ്ങളൊക്കെ ഒരു 1-2 വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാം. നമ്മൾ ആദ്യം പോകുന്നത് ചിങ്ങഞ്ചിറയിലേക്കാണ്. ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. 2 ഭാഗത്തും ചെറിയ കുടിലുകളായിട്ടും വീടുകളായിട്ടും അങ്ങനെ ഒരു ഗ്രാമീണ ഭംഗി നമുക്ക് അത്രയ്ക്ക് മനസ്സിലാകാൻ പറ്റും ഈ റൂട്ടിൽ. അതേപോലെ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ മലനിരകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു തനി നാട്ടിൻപുറം എങ്ങനെയാണോ അത് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. കൊല്ലംകോടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ആ ഒരു യഥാർത്ഥൊരു കേരളം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊല്ലംകോടാണെന്ന് പറയാനുള്ളൊരു കാരണം അതാണ്. അങ്ങനെ തന്നെയാണ്. അതേപോലെ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് കറുപ്പസ്വാമിയുടെ അമ്പലത്തിലേക്കാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിശ്വാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, പ്രത്യേകത എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ വരുന്ന ആളുകൾ ചെറിയ തൊട്ടിലാണെങ്കിലും അതേപോലെ ചെറിയ വീടുകളാണെങ്കിലും അങ്ങനെ നമുക്ക് എന്താണോ ആഗ്രഹം, നമ്മുടെ സ്വപ്നം എന്താണോ അതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ ആ ആൽമരത്തിൽ കറുപ്പസ്വാമിയുടെ തൊട്ടടുത്ത് കെട്ടി തൂക്കാറുണ്ട്. അതിനൊരു വിശ്വാസം ഇതൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത്. അത്രയും ശക്തിയുണ്ട് ഇവിടെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേർച്ച, ഇവിടുത്തെ നേർച്ച വളരെ ഫേമസ് ആണ്. കാരണം കോഴിയെയാണ് നേർച്ച കൊടുക്കാറ്. നമുക്ക് നേർച്ച നേർന്നാൽ നമുക്ക് കോഴിയെ അത് കറി വെച്ചിട്ട് കൊടുക്കണം. അരിച്ചേ എവിടെ കണ്ടിട്ട് എല്ലാവരും പോകുന്നുണ്ട്.